ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് വീഡിയോ ആക്കണമെന്ന് പോലും ഞാൻ ആഗ്രഹിച്ചതല്ല. പക്ഷെ ഈ ഒരു കാര്യം നമുക്കിത് പറഞ്ഞില്ലെങ്കിൽ ആൾക്കാരറിയണം. ഇങ്ങനെ ആൾക്കാരുണ്ട്, മറ്റുള്ളവരെ പറ്റിക്കാൻ വേണ്ടി ഇങ്ങനെ ആൾക്കാരുണ്ടെന്ന് നമ്മൾ അറിയണം. അതായത് ഞാൻ പെട്രോൾ അടിക്കാൻ വേണ്ടി ഇന്നലെ വൈകുന്നേരം ഞാൻ നാട്ടിൽ എറണാകുളത്ത് നിന്ന് ഇവിടെ മൂന്നാർ വന്നു. അപ്പോൾ പെട്രോൾ അടിക്കാൻ പമ്പിൽ കയറിയപ്പോഴത്തേക്കും നല്ല തിരക്കാണ് കേട്ടോ, വൈകുന്നേരം സമയമല്ലേ. അപ്പോൾ ഇങ്ങനെ ഫ്രണ്ടിലൊക്കെ ക്യൂ പോലെയാണ് വണ്ടികൾ നിൽക്കുന്നത്. അപ്പോൾ ഒരു ഓട്ടോ വന്ന് നിന്നു സൈഡിൽ. അതിൽ നിന്ന് ഒരു സ്ത്രീയും പുരുഷനും ഇറങ്ങി. ഓട്ടോക്കാരന് ഗൂഗിൾ പേ ചെയ്യുന്നെന്ന് തോന്നുന്നു. ഇവർ ചെയ്തിട്ട് നടന്നങ്ങ് പോയി. ബസ് സ്റ്റോപ്പിലേക്ക് നടന്നങ്ങ് പോയി കേട്ടോ. അപ്പോൾ ഇവരുടെ കയ്യിലൊരു ബാഗുണ്ട്, ഞാൻ ശ്രദ്ധിച്ചൊരു ബാഗും ഉണ്ട്. ആ സ്ത്രീ തിരിഞ്ഞ് ഇങ്ങനെ നോക്കുന്നുണ്ട് ഓട്ടോക്കാരനെ. അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചാൻസായി. നമ്മൾ ഞാൻ പെട്രോൾ അടിച്ചു, അദ്ദേഹവും പോയി പെട്രോൾ അടിച്ചു. അപ്പം ഞാൻ വിളിച്ചു, പെട്രോൾ വണ്ടിയോ എവിടെ മുതലാകാനാണോ ഇദ്ദേഹത്തിന്? കാരണം ഒന്നാമത് റോഡൊക്കെ മോശമാണ്, പിന്നെ ഈ കല്ലും മലയൊക്കെ കയറി ഈ ഓട്ടോ ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇദ്ദേഹം ഗൂഗിൾ പേ ചെയ്യുന്നുണ്ടായിരുന്നു. ഗൂഗിൾ പേ ചെയ്തിട്ട് ഇദ്ദേഹത്തിന് പൈസ വീഴുന്നില്ല. അപ്പോൾ എന്താ പറയുക, പുള്ളിക്കാരൻ ഭയങ്കര ചമ്മലായി. അപ്പോൾ അവിടെ നിന്ന് പെട്രോൾ അടിച്ച പയ്യൻ പറഞ്ഞു, അത് സാരമില്ല, നെറ്റിൻ്റെ ഇഷ്യൂസ് ആയിരിക്കും, ഒന്നും കൂടി ട്രൈ ചെയ്യുമെന്ന് പറഞ്ഞു. 3-4 പ്രാവശ്യം ട്രൈ ചെയ്തിട്ടും പൈസ വീഴുന്നില്ല. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, നമ്മൾ പിന്നെ ഇങ്ങനത്തെ എന്ത് കാര്യം കണ്ടാലും നമ്മൾ ഞാൻ ഇടപെടും കേട്ടോ, എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമായി പോയി, എന്ത് ചെയ്യാനാ. അപ്പോൾ ഞാൻ ചോദിച്ചു, അണ്ണാ എന്താ പറ്റിയ, പൈസ കയറുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അവരിപ്പോൾ ഞാൻ കണ്ടല്ലോ ഗൂഗിൾ പേ ചെയ്യുന്നത്, ഇപ്പോൾ വന്നിറങ്ങിയ ആൾക്കാർ ഗൂഗിൾ പേ ചെയ്യുന്ന കണ്ടല്ലോ എന്ന് പറഞ്ഞു. എനിക്ക് ഗൂഗിൾ പേ ചെയ്തു ചേച്ചി, പൈസ വീഴുന്നത്. അപ്പോൾ അണ്ണനല്ല, മലയാളിയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു നോക്കട്ടെ വാഹനം എന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ്റെ ഫോൺ പുള്ളിക്കാരൻ്റെ കയ്യിൽ തന്നെ ഇരുന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ ഗൂഗിൾ പേയുടെ ഇതെടുത്ത് നോക്കുമ്പോഴത്തേക്കും ഹിസ്റ്ററി എടുക്കുമ്പോൾ അതിനകത്ത് പൈസ വീണിട്ടില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ എത്ര പൈസ ബാലൻസ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടി നോക്കിച്ചു. അത് നോക്കിയപ്പോഴും പുള്ളിക്കാരൻ 6 രൂപ 50 പൈസയാണ് കാണുന്നത് കേട്ടോ. അപ്പം അദ്ദേഹം നെഞ്ചത്തിങ്ങനെ തല്ലിക്കൊണ്ട് പറയാം, എൻ്റെ പടച്ചോനെ എന്നെ പറ്റിച്ചോന്ന്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കേട്ട ആൾക്കാർക്ക് എല്ലാവർക്കും മനസ്സിലായി അദ്ദേഹത്തിന് ഇപ്പോൾ വന്നിറങ്ങിയ ആൾക്കാർ പറ്റിച്ചത് തന്നെയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, രാവിലത്തെ ഓട്ടോ ആയിരുന്നു, കൈനീട്ടുമായിരുന്നു, വീട്ടിൽ നിന്ന് കട്ടൻ ചായയും കുടിച്ചിട്ടാണ് ഞാൻ ഓടാൻ ഇറങ്ങിയിരിക്കുന്നത്. ഒരു ഓട്ടം കഴിഞ്ഞ് കിട്ടുന്ന പൈസയ്ക്കാണ് പിന്നെ എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിക്കുന്നത്. മിക്ക ഓട്ടോക്കാരും അങ്ങനെ തന്നെ ആയിരിക്കും, ഡ്രൈവേഴ്സൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു കഥ പിന്നെ പറയാം. അവർ പോയത് ബസ് സ്റ്റാൻഡിലേക്കല്ലേ, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അവിടെ നിന്ന് 2-3 ആൾക്കാരും ഞാനും ഈ ഓട്ടോയുടെ ഓടിക്കുന്ന അദ്ദേഹവും കൂടി ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ ചെല്ലുമ്പോൾ ഇവരുണ്ട് അവിടെ. ഇവർ ബസ് സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് ജ്യൂസ് കുടിച്ചപ്പോഴത്തേക്കും അവിടെ ചെന്നിട്ട് ഇദ്ദേഹം പറഞ്ഞു, പൈസ വീണിട്ടില്ല. നിങ്ങൾ പോയില്ലല്ലേ, പൈസ വീണിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളെല്ലാവരും മാറി നിൽക്കുകയാണ്. ഇത് അപ്പോൾ ഇയാൾ പറയണം, എന്താണ് ആൾക്കാരെ പറ്റിക്കാൻ ഇറങ്ങിയിരിക്കണോ, ഞാനല്ലേ എനിക്ക് പൈസ കിട്ടാൻ നോക്കും പൈസ പോയെന്ന്. അപ്പോൾ പറഞ്ഞു എനിക്ക് പൈസ വന്നിട്ടില്ല. അങ്ങനെ ആൾക്കാരെല്ലാവരും കൂടി ഇദ്ദേഹത്തിൻ്റെ ഫോണിൽ കാണിച്ചു കൊടുത്ത് പൈസ. ഈ സ്ത്രീ ഇയാൾ നിന്നിട്ട് മലയാളികളാണ്, അതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു നാട്ടിൽ പോയിട്ട് വേണ്ട ഇങ്ങനത്തെ ഉള്ള കച്ചറ ഉണ്ടാക്കാൻ. നിങ്ങളുടെ സ്വഭാവം ഇങ്ങനെയുള്ളടത്ത് പോയി കാണിച്ചു കഴിഞ്ഞാൽ നല്ല അടി കിട്ടത്തേ ഉള്ളൂ. പറ്റിക്കുക എന്ന് പറയുന്നത് അത് വളരെ മോശമാണ്. ഇദ്ദേഹത്തിനെ ഇവർ ഇട്ടുകൊണ്ട് ചീത്ത പറച്ചിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ചീത്ത പറയേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾ ഇത് കറക്റ്റായിട്ടുള്ള കാര്യം, നിങ്ങളുടെ ഫോൺ എടുക്കുക, നിങ്ങളുടെ ഫോൺ കാണട്ടെ, നിങ്ങളുടെ ഫോണിൽ പൈസ പോയിട്ടുണ്ടെന്ന് നമുക്കറിയാമല്ലോ, അക്കൗണ്ടിൽ നിന്ന് പൈസ പോയിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ, എടുത്ത് കാണിക്കാൻ പറ്റും. അത് നീ പറയാൻ ആരാ, ഞാൻ പറയാൻ ആരെങ്കിലും ആവട്ടെ, താൻ ഇപ്പോൾ ഫോൺ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് അവിടെ പോലീസുകാരൻ ഇപ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞു വന്നു. അപ്പോൾ ഇത് വലിയൊരു പ്രശ്നമാവും എന്ന് പേടിച്ചിട്ടാണോ ആ സ്ത്രീ പയ്യെ അവിടുന്ന് മാറി നിന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തിനാ മാറി നിൽക്കുന്നത്, നിങ്ങൾ ഇയാളുടെ വൈഫാണോ, ആരാ, നിങ്ങൾ ഒന്നിച്ചല്ലേ മാറി, അപ്പൊ നിങ്ങൾ ഇതിനകത്ത് ഇത് തന്നെയാണ്. അപ്പൊ ഇല്ല, ചേട്ടൻ ചെയ്തതാന്ന് ഈ പെണ്ണുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അതും ഇതും പറഞ്ഞു. എന്ത് പറഞ്ഞാലും ഇവിടെ തെളിവുണ്ട്. നിങ്ങൾ ഗൂഗിൾ പേ എനിക്ക് ചെയ്തിട്ടില്ല, എനിക്ക് ചെയ്താൽ തന്നെ പൈസ വീണിട്ടില്ല എന്ന് എൻ്റെ ഫോണിൽ വന്നിട്ടില്ല, എൻ്റെ അക്കൗണ്ടിൽ വന്ന ഇത് കാണില്ലേ എന്നും പറഞ്ഞാൽ പുള്ളിക്കാരനും സംസാരിക്കുന്നുണ്ട്. വന്ന ആൾക്കാരും കണ്ട ആൾക്കാരും പോയ ആൾക്കാരും എല്ലാം അവിടെ കൂടി നിന്നു. അപ്പോൾ പോലീസുകാരും ഇടപെട്ടു.
വേഗം ഇയാൾ പോക്കറ്റിൽ നിന്ന് 1700 രൂപ. അപ്പം എത്ര രൂപയാണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും 1700. രാവിലെ 8 മണി തുടങ്ങി വട്ടവട, കാന്തല്ലൂർ, അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഈ ഓട്ടോ ഓടുവാണ്. 1700 രൂപ ഈ പുള്ളിക്കാരൻ മിനിമം ആണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം കത്തി വെച്ചിട്ടില്ല, അദ്ദേഹം പറ്റിച്ചിട്ടില്ല, ഒന്നുമില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം നല്ല ദൂരമുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. അപ്പോൾ പറ്റിക്കാൻ വേണ്ടി വന്ന് ഇങ്ങനത്തെ ആൾക്കാർ. അപ്പം ഞങ്ങൾ അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ആ ഒരു അവസ്ഥ ഞങ്ങൾ കണ്ടില്ല. അദ്ദേഹം വീട്ടിൽ പോകുമായിരുന്നെന്ന് വെച്ചോ. അപ്പം അദ്ദേഹത്തിനുണ്ടാകുന്ന ആ മാനസിക വിഷമം ഇനി എവിടെ പോയി അന്വേഷിക്കും. ഇപ്പം ഞങ്ങൾ കുറച്ച് ആൾക്കാരുണ്ടായതുകൊണ്ട് നമ്മൾ സ്റ്റാൻഡിൽ പോയി അവരെ കണ്ടുപിടിച്ചു. അത് കണ്ടുപിടിച്ചിട്ട് അവരുടെ ആ ആറ്റിറ്റ്യൂഡും അവരുടെ ആ സംസാരവും അവരുടെ എന്താ പറയണോ വെറും ഒരു മനസാക്ഷിയില്ലാത്ത ആൾക്കാരോ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ കണ്ടിട്ട് സത്യം പറയട്ടെ, എനിക്ക് അയാളുടെ ചെപ്പക്കുറ്റി നോക്കി ഒരു അടി കൊടുക്കാനാണ് തോന്നിയത് കേട്ടോ. പറ്റിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരരുത്. ഇവിടെ നല്ല നിങ്ങൾ ആരും പറ്റിക്കരുത്. അപ്പം നിങ്ങളോട് ഇതൊന്ന് പറയണമെന്ന് തോന്നി. അദ്ദേഹത്തിന് പൈസ കിട്ടി. ഞാൻ അദ്ദേഹത്തിന് പെട്രോൾ അടിച്ച പൈസ അദ്ദേഹം എനിക്ക് തിരിച്ചു തന്നു. പക്ഷെ ഞാൻ സന്തോഷത്തോടുകൂടി ഞാൻ പറഞ്ഞു, അത് ഞാനൊരു സഹോദരി നിങ്ങൾക്ക് ചെയ്ത് തന്നു എന്ന് വിചാരിച്ച് മതി എന്ന് പറഞ്ഞു. എന്നിട്ടും അദ്ദേഹത്തിന് ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ പറഞ്ഞു, ഞാൻ ഇവിടെ തന്നെ ഉള്ളതാണ്, ഞാൻ ഇവിടെയുണ്ട്, ഇന്ന ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതാണ്, നിങ്ങൾ വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അദ്ദേഹം പറയാണ്, ഞാൻ തകർന്ന്, കാരണം ഞാൻ കൊണ്ട് ചെല്ലുന്ന ഭക്ഷണവും കാത്ത്, അല്ലെങ്കിൽ ഞാൻ ഇന്ന് രാത്രി കറി വെക്കാനുള്ളത് വാങ്ങിച്ചുകൊണ്ട് ചെന്നാലും ഞങ്ങൾക്ക് അത്താഴം ഉണ്ടാക്കി കഴിക്കാൻ പറ്റുള്ളൂ. എനിക്ക് പ്രായമായ ബാപ്പയും ഉമ്മയുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് ഒരു സഹോദരി വീട്ടിൽ വന്ന് നിൽക്കുകയാണ്. എനിക്ക് ഭാര്യയും 2 മക്കളുണ്ട്. എല്ലാവരുടെയും ആശ്രയം ഞാനും എൻ്റെ ഈ ഓട്ടോയും ആണ് എന്ന് പറഞ്ഞപ്പോൾ മനസാക്ഷിയുള്ള ആരും പകർന്നു പോകുന്ന ഒരു നിമിഷമാണ് അത് കേൾക്കുമ്പോൾ. ആ പണി ആരോടും വിഷയം എടുത്തിട്ടോ തെണ്ടിയിട്ടോ യാചിച്ചിട്ടോ ഒന്നുമല്ല അദ്ദേഹം ജീവിക്കുന്നത്. അദ്ദേഹം അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അങ്ങനെ അധ്വാനിച്ച് ജീവിക്കുന്ന മനുഷ്യരെ പറ്റിക്കാൻ വേണ്ടി നടക്കുന്നവന്മാർക്ക് നിങ്ങൾക്ക് കർമ്മേന്ന് പറഞ്ഞൊന്നുണ്ട്. എനിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ അറിയത്തുള്ളൂ. നിങ്ങൾ പറ്റിക്കപ്പെടും, നിങ്ങൾ പറ്റിക്കപ്പെടുക തന്നെ ചെയ്യും. അതിൻ്റെ വേദനയും നാണക്കേടും എന്താണെന്ന് നിങ്ങൾ ശരിക്കും അറിയും.